നിനക്ക് സംശയം തോന്നിയാൽ അതിനൊരു ന്യായം ഉണ്ടാവും. അത് ആരായാലും ശരി, അവനെ ഞാൻ ലോക്കപ്പിലാക്കും. പറയാൻ വർമ്മ സാറേ, ആരാണെന്ന് കണ്ടുപിടിച്ച് എല്ലാ തെളിവുകളോടും കൂടി ഋതിക മാഡത്തിന്റെ പിന്നിലുള്ള ആളെ വർമ്മ സാറിന്റെ കാൽ ചോട്ടി ഞാൻ ഇട്ടുതരാം. ശിക്ഷ വർമ്മ സാറ് വിധിക്കണം. ഋതിക മാഡം ആക്സിഡന്റ് ആയ ആളെ കണ്ടുപിടിച്ച് പോലീസിന് കൈമാറിയ എന്നെ ജയിൽ മോചിതനാക്കിയത്. എന്തായാലും പ്രോബ്ലം സോൾവ് ആയല്ലോ, സന്തോഷം. രാജു, മാഡം എന്തേ കാണിക്കുന്ന? എന്റെ കാലില് ഒരിക്കലും ചെയ്യാൻ പാടില്ല മാഡം, അത് വലിയ തെറ്റാ. ഞാൻ ഈ വീട്ടിലൊരു സ്റ്റാഫ് മാത്ര. ഇവിടുന്ന് കിട്ടുന്ന വരുമാനത്തെ ജീവിക്കുന്ന എന്റെ കാലില് ഇവിടുത്തെ മാഡം. മതി, ഇനിയും സ്വയം താഴ്ത്തി ഇങ്ങനെ സംസാരിക്കരുത് രാജു. ഞങ്ങളുടെയൊക്കെ മുന്നിൽ വളരെ ഉയർന്ന സ്ഥാനത്താ രാജു ഇപ്പൊ നിൽക്കുന്നത്. എനിക്ക് വേണ്ടി രാജു ജയിലിൽ പോവാൻ തയ്യാറായി. അതിനു മുന്നിൽ ഞാൻ രാജുവിനെ ജയിലിൽ നിന്ന് ഇറക്കാൻ പ്രയത്നിച്ചത് വളരെ ചെറിയൊരു കാര്യം മാത്രമാണ്. ഋതിക മാഡം, മാഡം എന്നെ ഇങ്ങനെ പുകഴ്ത്തുന്ന കേൾക്കാൻ എനിക്ക് ഒരു രസം തോന്നില്ല. എന്നോട് വഴക്കുണ്ടാക്കുന്ന ഋതിക മാഡത്തെയാ എനിക്കിഷ്ടം. ഇല്ല രാജു, എനിക്കിപ്പോ അങ്ങനെയല്ല തോന്നുന്നത്. രാജു എന്നെ വിദ്യ അഭ്യസിപ്പിച്ച എന്റെ ഗുരുനാഥന. ഗുരുദക്ഷിണയായി രാജുവിന് ഞാൻ ഒന്നും നൽകിയിട്ടില്ല. സ്വന്തം കുടുംബത്തെ കുറിച്ച് പോലും ആലോചിക്കാതെ രാജു എനിക്ക് വേണ്ടിയും എന്റെ കുടുംബത്തിന് വേണ്ടിയും വലിയൊരു ത്യാഗം ചെയ്യാൻ തയ്യാറായി. രാജുവിന്റെ നല്ല മനസ്സിന് മുന്നിൽ ഞാൻ കൈകൂപ്പുന്നു. മാഡം, മാഡം തന്നെയാണ് ഈ പറയുന്നത്. എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. പ്രതാപ, എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത്? നമ്മുടെ ജോലിക്കാരന് സമമായ ഒരാളുടെ കാലിൽ ഋതുമോള് വീഴുന്നു. അവനെ വാനോളം പാടി പോഴ്ത്തുന്നു. ഇതിന്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ? എന്തെങ്കിലും കൂടുതലായി ചെയ്തു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് പണം നൽകണം. അതല്ലേ വേണ്ടത്, അല്ലാതെ ആളും തരവും നോക്കാതെ. ചേച്ചി, അതങ്ങനെയല്ല. ആ രാജു, നിന്നെ അച്ഛനും അമ്മയൊക്കെ കാത്തിരിക്കുകയായിരിക്കും. നീ വേഗം വീട്ടിലേക്ക് ചെല്ല്. ശരി സാർ. ചേച്ചി പോവാം, വാ. നീ ആരാന്നാണ് നിന്റെ വിചാരം? എടാ, നടു റോഡിലുള്ള നിന്റെ ഈ അഭ്യാസം നീ നിർത്തിക്കോ. ആളെ വണ്ടിയേറ്റ് കൊല്ലാൻ നോക്കണം നീ. നിന്നെ വണ്ടി കയറ്റി ചതച്ചരക്കായിരുന്നു വേണ്ടത്. നിനക്കെന്താടാ ഭ്രാന്ത് പിടിച്ചോ? പേ പിടിച്ച നായെ പോലെ എന്റെ മുന്നിൽ ഇങ്ങനെ കുറയ്ക്കാതെ ഏതെങ്കിലും ഭ്രാന്താശുപത്രി പോയി ചികിത്സ തേടാൻ നോക്കുന്നേ. അതാണ് നിനക്ക് നല്ലത്. ഇപ്പൊ ചികിത്സിച്ച നിന്റെ ഈ അസുഖം ചിലപ്പോ മാറിയേക്കും. ഇല്ലെങ്കിൽ നിന്നെ ആയുഷ്കാലം വരെ ചങ്ങലക്കിട്ട് പൂട്ടേണ്ടി വരും. നീ വർമ്മ സാറിന്റെ അനന്തരവനായി പോയി. ഇല്ലെങ്കിൽ എന്റെ നേരെ ഉയർന്ന നിന്റെ ഈ കയ്യ്
ഞാനിന്ന് ചവിട്ടി ഓടിച്ചനെ. നിനക്ക് എന്താണ് വേണ്ടത്? പറടാ, നിനക്ക് എന്താണ് വേണ്ടത്? എന്താ വേണ്ടെന്ന്? ഋതിക, അവൾ നിന്റെ ആരാ? നിന്നെ സ്റ്റേഷനിൽ നിന്നും ജയിലിൽ നിന്ന് ഇറക്കാൻ മാത്രം അവളും നീയും തമ്മിൽ എന്താ ബന്ധം? ഞങ്ങളുടെ വീട്ടിലെ എച്ചിൽ നിന്ന് കഴിയുന്ന നിനക്ക് വേണ്ടി അവൾ ഇത്രയ്ക്ക് കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവളും നീയും തമ്മിലുള്ള ബന്ധം അത്രയ്ക്ക് ശരിയല്ലല്ലോ. വൃത്തികേട് പറഞ്ഞ നിന്നെ ഇവിടെ ഇട്ട് തീർക്കും ഞാൻ. ഋതിക എന്ന പേര് ഉച്ചരിക്കാനുള്ള യോഗ്യത ഉണ്ടോ നിനക്ക്? മാഡവും ഞാനും തമ്മിലുള്ള ബന്ധത്തിന്റെ അർത്ഥവും വ്യാപ്തി അളക്കാൻ നീ ആരാ? നിന്റെ പിത്തലാട്ടൊക്കെ അങ്ങ് അമേരിക്കയില് വല്ല സായിപ്പിന്റെ അടുത്ത് മതി. ഇനി എന്റെ മുന്നിൽ കരകാട്ടം കളിക്കാൻ നിന്ന പച്ചയ്ക്ക് കത്തിക്കും ഞാൻ. ഇനി എന്റെയോ ഋതിക മാഡത്തിന്റെ പിന്നാലെ നിന്നെ കണ്ടുപോരുത്. മാഡത്തിന്റെ ദേഹത്ത് നിന്റെ ദൃഷ്ടി പോലും പതിക്കരുത്. പറഞ്ഞത് മനസ്സിലായല്ലോ? ആട്ടവും അഭ്യാസവും നീ ഇവിടെ വെച്ച് നിർത്തിക്കോണം. പറ. അല്ല, നിങ്ങൾ പറ. രാജു ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്ന് പറ. നിങ്ങൾ ഇങ്ങനെ പരസ്പരം മുഖത്തോട് മുഖം നോക്കി നിൽക്കാതെ ഞാൻ ചോദിച്ചതിനുള്ള മറുപടി പറ. അല്ല, രാജു ചെയ്തത് ശരിയാണോ തെറ്റാണോ? അല്ല, അത് പിന്നെ മോളെ. ശരിയാണെങ്കിൽ ശരിയാന്ന് പറ, അല്ലെങ്കിൽ അല്ല എന്ന് പറ. അല്ല, അവൻ ചെയ്തത് ശരിയല്ലെന്ന് എങ്ങനെ പറയാനാകും? ഓഹോ, അപ്പോ നിങ്ങൾ രാജു ചെയ്തതിന് ന്യായീകരിക്കുകയാണല്ലേ? മോളെ, വർമ്മ സാറെന്ന് വെച്ച രാജുവിന് ജീവനാണെന്നറിയാലോ. അതുപോലെ തന്നെ വർമ്മ സാറിന് രാജുവിനെ. അല്ലെങ്കിൽ തന്നെ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയിട്ട് രാജു നേരെ വർമ്മ സാറിനെ പോയി കണ്ടതിൽ എന്താ തെറ്റ്? അത് തെറ്റ് തന്നെയാ. രാജുവിന് വർമ്മ സാറ് ജീവനായിരിക്കും. പക്ഷെ സ്വന്തം അച്ഛനമ്മയേക്കാൾ വലുതാണോ ഈ വർമ്മ സാറ്? അതിനിതൊരു ചെറിയ വിഷയമല്ല, നീ അത് വിട്. എനിക്കത് ചെറിയ വിഷയമല്ല. നിങ്ങൾ രണ്ടുപേരെയും കണ്ടതിന് ശേഷം രാജു വർമ്മ സാറിനെ കാണുന്നേ. അത് രാജു ഓർക്കണമായിരുന്നു. അല്ല, രാജുവിനെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? പറയേണ്ടതേ അവളെയാ, ആ ഋതികയെ. അവളാ രാജുവിനെ കുത്തിത്തിരിച്ച് അവളുടെ വീട്ടിലേക്ക് കൊണ്ടുപോയത്. അപ്പോഴും ഞാൻ പറയുന്നുണ്ടായിരുന്നു, രാജു ആദ്യം വീട്ടിലേക്ക് പോയി അച്ഛനും അമ്മയും കാണണമെന്ന്. അപ്പ രാജുവിനത് കേട്ട ഭാവമില്ല. എന്റെ കൺമുമ്പിൽ വെച്ച് തന്നെയാ രാജു അവളുടെ കൂടെ പോയത്. ആ, ദേ രാജു ഒന്നുമില്ല. മോനെ, മോനെ, നിനക്കൊന്നും പറ്റിയില്ലല്ലോ. രമ്യ ഇവിടെ ഉണ്ടായിരുന്നോ? ഇവക്കിത് എന്ത് പറ്റിയമ്മേ? സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയിട്ട് നീ വർമ്മ സാറിന്റെ വീട്ടിലേക്ക് പോയത് രമ്യക്ക് ഇഷ്ടായില്ല. അതിന് ഞാനവിടെ സ്ഥിരതാമസത്തിന് പോയതൊന്നും അല്ലല്ലോ. ദേ, ഇപ്പൊ ഇവിടെ എത്തിയല്ലോ. ദേ, ഞാനിവിടെ കലി കയറി നിൽക്കുക. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ഏട്ടാ, മോളെ, മോളെ ഞാൻ എന്ത് പറഞ്ഞാ സമാധാനിപ്പിക്കേണ്ടത്? ഞാൻ കാരണം നിന്റെ കല്യാണാലോചന. വേണ്ട, ഏട്ടനൊന്നും പറയണ്ട. സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു. അതെനിക്ക് വിധിച്ചിട്ടില്ല, അത്രേ ഉള്ളൂ. എനിക്കതിൽ പ്രയാസമൊന്നുമില്ല. മോളെന്നോട് ക്ഷമിക്കണം. അയ്യോ ഏട്ടാ, എനിക്ക് വിഷമമൊന്നുമില്ലെന്ന് ഞാൻ ഏട്ടനോട് പറഞ്ഞില്ലേ. പിന്നെന്തിനാ ഏട്ട സങ്കടപ്പെടുന്നത്?
ഇത്രയും നേരം ഞങ്ങൾ എന്തുമാത്രം വിഷമത്തിലായിരുന്നെന്ന് അറിയോ? നിങ്ങൾക്ക് എല്ലാവർക്കും എന്നോട് ദേഷ്യമായിരിക്കുമല്ലേ? എന്ത് ദേഷ്യം? ആർക്കും നിന്നോട് ഒരു ദേഷ്യവും ഇല്ല. നീയായിട്ട് തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. പിന്നെന്തിനാ നിന്നോട് ഞങ്ങൾ വിരോധം കാണിക്കുന്നത്? അപകടം ഉണ്ടാക്കിയ ഋതിയെ നീ രക്ഷിക്കാൻ ശ്രമിച്ചു. ഒരു പെൺകുട്ടിയുടെ ജീവിതം രക്ഷിക്കാൻ ശ്രമിച്ചത് നീ ചെയ്ത നല്ല കാര്യം തന്നെയല്ലേ മോനെ? അതിന് നിന്നെ ആരും കുറ്റപ്പെടുത്തില്ല, അഭിനന്ദിക്കേ ഉള്ളൂ. ഋതികയെല്ലാം ഞങ്ങളോട് പറഞ്ഞു രാജു. ഞാൻ കരുതിയത് ഇതൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ലെന്ന്. ഏതായാലും കഴിഞ്ഞൊക്കെ കഴിഞ്ഞു. ഇതെല്ലാം ദൃഷ്ടിദോഷവും സമയദോഷവും കൊണ്ട് സംഭവിച്ചതാവും. ഇല്ലെങ്കിൽ ചെയ്യാത്ത കുറ്റത്തിന് സ്റ്റേഷനിൽ കയറേണ്ടി വരില്ലായിരുന്നല്ലോ. ആ രാധമ്മേ, ആരതി ഒഴിഞ്ഞ് രാജുവിനെ സ്വീകരിക്കേ. എന്തെങ്കിലും ദോഷങ്ങൾ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അതങ്ങ് മാറട്ടെ. ആ, അത് മോള് പറഞ്ഞു ശരിയാ. മോ നിക്ക്, ഞാൻ ചെന്ന് ആരതി എടുത്തിട്ട് വരാം. എല്ലാത്തിനും കാരണം ആ ഋതികയാ. രമ്യ, നീ എന്തിനാ വെറുതെ കുറ്റം പറയുന്നത്? വർമ്മ സാറിനെ കാണാൻ പോയത് എന്റെ ഇഷ്ടപ്രകാരം. അദ്ദേഹത്തിന്റെ മകളാണ് എന്നെ സ്റ്റേഷനിൽ നിന്ന് റിലീസ് ചെയ്തെങ്കിലും അതിന് അദ്ദേഹത്തോട് നന്ദി പറയേണ്ട ബാധ്യതയും മര്യാദയും എനിക്കുണ്ട്. ഋതിക മാത്രം പരിശ്രമിച്ചതുകൊണ്ടല്ല രാജുവിനെ സ്റ്റേഷനിൽ നിന്ന് വെറുതെ വിട്ടത്. രാജുവിനെ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറക്കാനേ അവൾക്കൊപ്പം ഞാനും ഉണ്ടായിരുന്നു. അതെന്ന് ഓർമ്മ വേണം. അത് ഞാൻ മറന്നിട്ടില്ല, ഞാൻ മറക്കൂല. രമ്യ, രാജുവിനെ കേസിൽ നിന്ന് രക്ഷിച്ചതിന് രാജുവിന് മാത്രമല്ല ഞങ്ങൾ കുടുംബക്കാർക്ക് എന്നും രമ്യയോടും കുടുംബത്തോടും നന്ദി ഉണ്ടായിരിക്കും. വാ മോനെ, വല്ലതും കഴിക്കാം. വാ. അച്ഛാ, അന്ന് അച്ഛന്റെ കയ്യിൽ നിന്നും പ്രൈസ് വാങ്ങാനുള്ള ഭാഗ്യം ഈ മകൾക്കുണ്ടായി. ഇപ്പോ എന്റെ ബർത്ത്ഡേ ആദ്യമായിട്ട് ഈ വീട്ടിൽ ആഘോഷിക്കാനും അച്ഛൻ സമ്മതം മൂളി. എന്നാലും അതാരായിരിക്കും? മുടങ്ങാതെ എന്റെ പിറന്നാൾ ദിവസം എനിക്ക് ബർത്ത്ഡേ ഗ്രീറ്റിംഗ്സ് അയക്കുന്ന ആ അജ്ഞാത വ്യക്തി അതാരായിരിക്കും? മുടങ്ങാതെ എനിക്കിങ്ങനെ ഈ ഗ്രീറ്റിംഗ്സ് അയക്കണമെങ്കിൽ അവരെനിക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും ആയിരിക്കില്ലേ? ശരിക്കും ആരായിരിക്കും? ആ അജ്ഞാത വ്യക്തിക്കും
എനിക്കും തമ്മിലുള്ള ബന്ധം എന്തായിരിക്കും? ആരാണ് അഭ്യുദയകാംക്ഷി? ഈ ബർത്ത്ഡേക്കും എനിക്ക് അജ്ഞാത വ്യക്തിയുടെ ബർത്ത്ഡേ ഗ്രീറ്റിംഗ് വരുമായിരിക്കോ? ഇതുവരെ നേരിട്ട് കാണാൻ സാധിച്ചിട്ടില്ല. ഇത്തവണ എന്തായാലും ഏത് വേഷത്തില് എപ്പോ വന്നാലും ആളാരാണെന്ന് കണ്ടുപിടിക്കണം. ഇതുവരെ എന്റെ ഒരു പിറന്നാളിനും അച്ഛന്റെ പിറന്നാൾ ആശംസകൾ ലഭിക്കാനുള്ള ഭാഗ്യം ഈ മോൾക്ക് ഉണ്ടായിട്ടില്ല. പക്ഷെ എന്റെ ഈ പിറന്നാൾ അച്ഛൻ ആഘോഷിക്കാൻ പോകുന്നത് മഹാഭാഗ്യമായിട്ടാ ഞാൻ കരുതുന്നത്. എന്റെ ഈ പിറന്നാൾ ദിവസം ആദ്യം ഞാൻ കണ്ടത് എന്റെ അച്ഛന്റെ മുഖം. ഈ വർഷം മുഴുവൻ ഞാൻ സന്തോഷവതിയായിരിക്കും. I'm happy, അച്ഛാ. I'm very, very happy. ഏയ് രാജു, നിർത്ത് 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 നിർത്ത്. ഇന്നെന്താ പതിവില്ലാതെ വലിയ സ്പീഡിൽ ബൈക്ക് ഓടിക്കുന്നത്? പോയിട്ടേ ഒരു അത്യാവശ്യ കാര്യമുണ്ട് മാഡം. അതെന്താ ഇത്ര അത്യാവശ്യ കാര്യം? അതൊക്കെ ഉണ്ടെന്നേ. എന്റെ ബർത്ത്ഡേ ആണെന്ന് രാജു മറന്നു. അതാണ് ഇതുവരെ എന്നെ വിഷ് പോലും ചെയ്യാത്തത്. രാജു, എന്താ ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത? ഇന്നത്തെ ദിവസം പ്രത്യേക ദിവസമാണെന്ന് മാഡത്തിനും അറിയായിരുന്നോ? മാഡം, ഇന്ന് രമ്യയുടെ ബർത്ത്ഡേ. ഓ, അവളുടെയും ബർത്ത്ഡേ ആണോ? അതിനാണോ എന്നെ വിളിച്ചുണർത്തിക്കൊണ്ട് പോകുന്നത്? അതല്ലാതെ ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. എന്താണെന്ന് അറിയാമോ? വേറെന്ത് പ്രത്യേകതയാണ് മാഡം? രമ്യയുടെ ബർത്ത്ഡേ അല്ലേ ഹൈലൈറ്റ്? നീ രാജുവല്ല, ഇടിയറ്റോ ഇടിയറ്റ്. എന്നെ കൊണ്ട് വീട്ടിലാക്കിയിട്ട് നീ തിരിച്ചു വരുമ്പോ നിന്റെ ബൈക്ക് പഞ്ചറാവൂടാ. മാഡം എന്താ പെട്ടെന്ന് സൈലന്റ് ആയത്? രാജു, വേഗം ബൈക്ക് എടുക്ക്. ദേ, ബൈക്ക് ഓടിക്കുമ്പോ സാർ അധികം സംസാരിക്കണ്ട. നേരെ നോക്കി വണ്ടി ഓടിക്കണം. അല്ലെങ്കിലേ വല്ല പോസ്റ്റിലും പോയി ബൈക്ക് ഇടിക്കും. എന്റെ പൊന്നും മാഡം, നല്ലൊരു ദിവസമായിട്ടെ ആ കരുനാക്ക വളച്ചൊന്നും പറയല്ലേ.
ഞാൻ ഇനി വീടെത്തുന്ന വരെ മിണ്ടുന്നില്ല. ആ. അതാ നല്ലത്. ഉം. ഇവിടെയുള്ള രമ്യയുടെ ബർത്ത്ഡേ ആഘോഷം. ആ അതെ, വേണം വാ, നമുക്ക് വെറുതെ ഇവിടെ സംസാരിച്ചെന്നേ സമയം കളയണ്ട. ആ മോള് വാ. ഞങ്ങള് മോളെ കാത്തിരിക്കായിരുന്നു. താങ്ക് യു ഋതിക. ഈ സമയത്ത് എനിക്ക് വേണ്ടി ഇവിടേക്ക് ഋതിക വന്നല്ലോ, എനിക്ക് സന്തോഷമുണ്ട്. Many more happy returns of the day. Wishing you a very happy birthday, Ramya. എന്താ നിങ്ങളെല്ലാരും ചിരിക്കുന്ന? എന്താ രാജു, എന്താ കാര്യം പറ.